സഹോദരൻ സഹോദരി ബന്ധം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പുണ്യമാക്കപ്പെട്ട ബന്ധമാണ്. ഒരു സഹോദരന് സഹോദരിയോടും സഹോദരിക്ക് സഹോദരനോടും ഇഷ്ടക്കൂടുതൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഇഷ്ടക്കൂടുതൽ കാരണം അത് കാമത്തിലേക്ക് വഴിമാറുകയും പിന്നീട് ഇത് പുറം ലോകം അറിയും എന്ന ഭയത്താൽ സഹോദരിയെ കൊല ചെയ്യാൻ പോലും മടിക്കാതിരിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ ഒരു സംഭവമായിരുന്നു UP-യിൽ അന്ന് സംഭവിച്ചത്. ആ യഥാർത്ഥ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. സംഭവം നടക്കുന്നത് UP-യിലെ പട്ടാലി എന്ന കൊച്ചു ഗ്രാമം. അവിടെ 19 വയസ്സായ സഞ്ജു എന്ന കോളേജ് വിദ്യാർത്ഥിയും 17 വയസ്സായ അവന്റെ സഹോദരിയും അമ്മയ്ക്കുമൊപ്പം ആ കൊച്ചു വീട്ടിലായിരുന്നു അവരുടെ താമസം. 2 വർഷം മുമ്പായിരുന്നു അവരുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത്. അതിനുശേഷം ആ കുടുംബത്തിന്റെ മൊത്തം ചുമതലയും ആ അമ്മ തന്നെ തോളിലേറ്റുകയായിരുന്നു. പക്ഷെ താൻ എത്ര കഷ്ടപ്പെട്ടാലും തന്റെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കും എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആ മാതാവ് സഞ്ജുവിനെ നല്ലൊരു കോളേജിൽ തന്നെ ചേർക്കുകയും ചെയ്തു. 17-കാരിയായ ആ പെൺകുട്ടി +2-വിലാണ് പഠിക്കുന്നത്. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് അകലെ മാറിയാണ് അമ്മയുടെ സഹോദരന്റെ താമസം. സഞ്ജുവിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ഈ സഹോദരനും ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ഇവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായും മറ്റും സഹായിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിനും പെങ്ങൾക്കും അതേപോലെ തന്നെ ആ അമ്മയ്ക്കും തന്റെ സഹോദരനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും തന്നെ ഇവരുടെ വീട്ടിലെത്തുകയും ഇവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ അമ്മ തന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. തന്റെ ഭർത്താവ് എങ്ങനെയും മരണപ്പെട്ടു പോയി, ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരൊക്കെ തന്നെ ഉള്ളൂ എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തന്റെ ഭർത്താവിന്റെ കുടുംബ വീടുകൾ സന്ദർശിക്കുകയും അവിടെ എന്തെങ്കിലും പരിപാടിയോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെല്ലുകയും അവസാനം പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു ജോലികളൊക്കെയും ചെയ്തു തീർത്ത് സാവധാനമായിരുന്നു അവർ വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നത്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ആയിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭർത്താവിന്റെ ബന്ധു വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. അടുത്ത കുടുംബമായതുകൊണ്ട് തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ അമ്മ അവിടെ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ കാര്യം സഞ്ജുവിനോടും പെങ്ങളോടും പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അമ്മ ഒറ്റയ്ക്ക് പോവാൻ തീരുമാനിക്കുകയും ഒരു ദിവസം മുമ്പ് തന്നെ അവിടേക്ക് ചെല്ലുകയും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അമ്മ വീട്ടിൽ നിന്നും പോകുന്നതിന് മുമ്പ് താൻ തിരിച്ചു വരുമ്പോൾ 2 ദിവസം എടുക്കും എന്നത് കൊണ്ട് തന്നെ നിന്റെ സഹോദരിയെ ശ്രദ്ധിച്ചോളണമെന്നും നിങ്ങൾ ഒരുമിച്ച് തന്നെ കോളേജിലേക്ക് പോവുകയും വരികയും ചെയ്യണമെന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ കഥകൊക്കെ നന്നായി പൂട്ടണമെന്നും അങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മളുടെ അമ്മമാർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ആ അമ്മ തന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അമ്മ കല്യാണ വീട്ടിലെത്തിയതിനു ശേഷം അന്ന് രാത്രി ഇവർക്ക് ഫോൺ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് അമ്മയോട് സംസാരിച്ചത്. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ അമ്മ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും കുറച്ചു സമയം TV കണ്ടതിന് ശേഷം രണ്ടുപേരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുകയും അവർ കഴിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം സഹോദരി ഉറങ്ങാമെന്ന് പറയുമ്പോൾ നീ പോയി കിടന്നോ എന്നും ഞാൻ കുറച്ചു സമയം കൂടി മൊബൈൽ നോക്കിയതിനു ശേഷം ഉറങ്ങാമെന്നും സഞ്ജു തന്റെ പെങ്ങളോട് പറയുന്നു. അതനുസരിച്ച് സഹോദരി പോയി തന്റെ മുറിയിൽ ഉറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞു സഹോദരി നല്ല ഉറക്കത്തിലേക്ക് പോവുകയും എന്നാൽ സഞ്ജുവിന് ബോറടിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും സഞ്ജു പോൺ വീഡിയോ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ആ പയ്യൻ തന്റെ ഫോണിലൂടെ പോൺ വീഡിയോസ് കാണാൻ തുടങ്ങുന്നു. കുറച്ചു സമയം പോൺ വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും സ്ത്രീയുമായി സെക്സ് ചെയ്യണമെന്ന ആഗ്രഹം സഞ്ജുവിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു. ആഗ്രഹം കലശലായപ്പോൾ അവൻ തന്നെ ഇരുന്ന് ആലോചിക്കുകയും തന്റെ തൊട്ടടുത്ത മുറിയിൽ തന്റെ പെങ്ങൾ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുകയും അവളോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യാമെന്നും അവൻ മനസ്സിൽ ആലോചിക്കുന്നു. ഉടനെ തന്നെ തന്റെ പെങ്ങളുറങ്ങുന്ന മുറിയിലേക്ക് പോവുകയും അവളുടെ തോളിൽ പിടിക്കുകയും ചെയ്യുന്നു. സ്പർശനമറിഞ്ഞ സഹോദരി പെട്ടെന്ന് തന്നെ ഉണർന്നു നോക്കിയപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് തന്റെ സഹോദരനായ സഞ്ജുവാണ്. എന്തുപറ്റി, ചേട്ടൻ ഉറങ്ങിയില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവൻ തിരിച്ചൊന്നും പറയാതെ അവളുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് കൈവെക്കാൻ ശ്രമിക്കുന്നു. അവൾ ആദ്യം ഒന്ന് അമ്പരന്ന് ചേട്ടനെ തന്നെ നോക്കുന്നു. പക്ഷെ ചേട്ടൻ മനഃപൂർവ്വം വെക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ ചേട്ടനോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ഇതൊന്നും വകവെക്കാത്ത സഞ്ജു അവളെ ബലമായി തന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തുന്നു. അവൾ ഒരുപാട് ഒച്ച വെച്ചെങ്കിലും ആരും തന്നെ കേട്ടില്ല. കാരണം അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് മറ്റുള്ള വീടുകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ കതകും ജനലും നന്നായി പൂട്ടിയത് കൊണ്ട് തന്നെ ഈ ശബ്ദം ആരും തന്നെ പുറത്തു കേട്ടില്ല. എന്നാൽ സഞ്ജു തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവന്റെ 17-കാരിയായ ആ പെങ്ങൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. സഞ്ജു ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും തന്നെ കേട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും തന്റെ അമ്മയോട് പറയുമെന്നും
അമ്മയുടെ സഹോദരനായ മാമനോട് ഇപ്പോൾ തന്നെ വിളിച്ച് കാര്യം പറയുമെന്ന് അവൾ ഉറക്കെ പറയുകയും ചെയ്തു. അപ്പോഴാണ് സഞ്ജു സ്വബോധത്തിലേക്ക് വന്നത്. ഈ കാര്യം തന്റെ അമ്മയ്ക്കും മാമനും അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്നെ കൊല്ലുക തന്നെ ചെയ്യുമല്ലോ എന്ന ഭയം സഞ്ജുവിനെ ഭയപ്പെടുത്തി. താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സഹോദരി തല തന്റെ മുട്ടിനോട് ചേർത്ത് വെച്ച് 2 കൈയും കൊണ്ട് പൊത്തിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഈ സമയം സഞ്ജു കിച്ചണിലേക്ക് പോവുകയും കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുമ്പിൽ തന്നെ കണ്ട ഒരു കത്തി എടുത്തുകൊണ്ട് സഹോദരിയുടെ റൂമിലേക്ക് എത്തുകയും മുഖം കാലിൽ പൊത്തി കിടന്നിരുന്ന ഈ സഹോദരിക്ക് സഞ്ജുവിനെ കാണാൻ സാധിച്ചില്ല. ഉടനെ തന്നെ കഴുത്ത് പൊക്കിപ്പിടിക്കുകയും കഴുത്തിലേക്ക് ആഞ്ഞു മുറിക്കുകയും ചെയ്യുന്നു. ചോര ചീറ്റിത്തെറിച്ച് ആ സഹോദരി അവിടെ തന്നെ പിടഞ്ഞു വീണ് മരിക്കുന്നു. മരിച്ചു എന്ന് ഉറപ്പാവുന്നത് വരെ ആ സഹോദരൻ അവിടെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നീട് കിടന്നുറങ്ങുകയും ഒന്നും അറിയാത്തവനെ പോലെ രാവിലെ എഴുന്നേറ്റ് കോളേജിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ 2 പേര് മാത്രമാണല്ലോ വീട്ടിലുള്ളത് എന്നത് കൊണ്ട് തന്നെ ആ അമ്മയുടെ സഹോദരൻ സഞ്ജുവിന്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ അവിടെ സഞ്ജുവിനെ കാണുന്നില്ല. പക്ഷെ ഡോറ് തുറന്നു കിടക്കുന്നു. പേര് വിളിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ എവിടെയും ആരെയും കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് കതക് തുറന്നിട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കിച്ചണിലേക്കും റൂമിലേക്കും എല്ലായിടത്തും ചെന്ന് നോക്കുന്നു. അപ്പോഴാണ് ബെഡിൽ ചോരയിൽ കുളിച്ച് ഈ പെൺകുട്ടിയെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഉറക്കെ നിലവിളിക്കുന്നു. ശബ്ദം കേട്ട് അടുത്തുള്ളവരൊക്കെ അവിടെ എത്തുന്നു. ഉടനെ തന്നെ പോലീസിനെയും അമ്മയെയും വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. ഉടനെ തന്നെ വിവരമറിഞ്ഞ് സഞ്ജുവും അമ്മയും അവിടെ എത്തുന്നു. വീട്ടിലുണ്ടായിരുന്നത് സഞ്ജുവും ആ പെങ്ങളും മാത്രമായതുകൊണ്ട് തന്നെ സഞ്ജുവിനോട് പോലീസ് ചോദിക്കുന്നു എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ സഞ്ജു പറയുന്നു ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയം ഇവൾ സ്കൂളിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്ന്. പക്ഷെ എനിക്ക് രാവിലെ തന്നെ പോവാനുണ്ടായത് കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങുകയും ചെയ്തു എന്നും സഞ്ജു പറയുന്നു. പക്ഷെ ബോഡി നോക്കിയപ്പോൾ തന്നെ പോലീസിന് ഇത് ഇപ്പോൾ മരണപ്പെട്ട ബോഡി അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ സഞ്ജുവിനെ കൂടുതലായി ചോദ്യം ചെയ്യുന്നു. കൂടുതൽ ഒളിച്ചു കളിക്ക് നിൽക്കാതെ എല്ലാ സത്യവും സഞ്ജുവിന് അറിയാതെ തുറന്നു പറയേണ്ടി വരുന്നു. അങ്ങനെ അന്ന് രാത്രി നടന്ന എല്ലാ കാര്യങ്ങളും സഞ്ജു വ്യക്തമായി പോലീസിനോട് പറയുന്നു. അവസാനം അമ്മയെയും അമ്മയുടെ സഹോദരനായ മാമനെയും ഭയന്ന് അവരെന്തെങ്കിലും ചെയ്യുമെന്ന ഭയത്തോടു കൂടിയാണ് ഞാൻ എന്റെ സഹോദരിയെ കൊലപ്പെടുത്തിയതെന്നും സഞ്ജു സമ്മതിക്കുന്നു. ഇതിന്റെ വിധിയൊന്നും വന്നില്ല എങ്കിൽ പോലും സഞ്ജു ജയിലിൽ തന്നെയാണ് ഉള്ളത്. എന്തു തന്നെയായാലും നല്ലൊരു ശിക്ഷ തന്നെ അവന് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രായപൂർത്തിയാവാത്ത സ്വന്തം സഹോദരിയെ പ്രായപൂർത്തിയായ സഹോദരൻ മൃഗീയമായി പീഡിപ്പിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തു തന്നെയായാലും തൂക്കുശിക്ഷ പോലുള്ള കഠിനമായ ശിക്ഷ തന്നെ സഞ്ജുവിന് ലഭിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്.